ഇപ്പോൾ സൺഷെയ്ഡ് എന്ന് പറയുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ഏരിയ. മഴ പെയ്താൽ ശരിക്കും പറഞ്ഞാൽ വെള്ളമാണ്, റൂമിനകത്ത് ഫുള്ള് വെള്ളമാണ്. നമസ്കാരം, ഫ്ലോർ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്ടർ പ്രൂഫിൻ്റെ സീരീസ് വീഡിയോ ആണ്. കഴിഞ്ഞ തവണ നമ്മൾ ബേസ്മെൻറ്റ് മുതലുള്ള വാട്ടർ പ്രൂഫിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ ബേസ്മെൻറ്റിൽ നിന്ന് നമ്മൾ ചുമര് കെട്ടി കുറച്ചും കൂടെ വീട് പണി മുന്നോട്ട് പോയാൽ നമ്മൾ ലിൻഡൽ വാർക്കുക എന്ന് പറയും. ഈ ലിൻഡൽ വാർക്കുമ്പോൾ അതിൻ്റെ ജോയിൻറ്റിലും നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ചുമരിൻ്റെ കെട്ടും ലിൻഡലിൻ്റെ ഗ്യാപ്പും നമ്മൾ ലിൻഡൽ വാർക്കുമ്പോൾ അതിൻ്റെ ഗ്യാപ്പും ഉണ്ടാവും. ആ ഗ്യാപ്പിൽ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം. ഈ ജോയിൻറ്റ് വരുന്നിടത്തൊക്കെയാണ് ഈ വെള്ളത്തിൻ്റെ ഈ ഡാംപ്നെസ്സിൻ്റെ പ്രശ്നം വരുന്നതും നമ്മുടെ ബിൽഡിങ്ങിനെ സ്ട്രക്ചറിനെ വീക്കാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ജോയിൻറ്റ്സ് വരുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ലിൻഡലിൽ നിന്ന് നമ്മൾ സൺഷെയ്ഡ് വാർക്കും നിർബന്ധമായിട്ടും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ലിൻഡലിലും ചുമരിൻ്റെ കെട്ടും തമ്മിലുള്ള ഗ്യാപ്പിൽ ഇനി അഥവാ നിങ്ങൾ സാമ്പത്തിക പ്രശ്നം എന്തെങ്കിലും കാരണം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിർബന്ധമായിട്ടും നമ്മൾ സൺഷെയ്ഡ് വാർക്കുന്ന സമയത്ത് ചെയ്യണം. സൺഷെയ്ഡ് വാർക്കുന്ന സമയത്ത് വാട്ടർ പ്രൂഫ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് സൈറ്റിൽ, ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ സൈറ്റിൽ മഴ പെയ്താൽ ശരിക്കും പറഞ്ഞാൽ വെള്ളമാണ്, റൂമിനകത്ത് ഫുള്ള് വെള്ളമാണ്. അത് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ. അത് പഴയൊരു ബിൽഡിംഗ് ആണ്, അതുകൊണ്ട് നമ്മൾ അന്ന് അത് ചെയ്തിട്ടില്ല. അപ്പോൾ സൺഷെയ്ഡ് എന്ന് പറയുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ഏരിയയാണ്. നമ്മൾ ആരും ശ്രദ്ധിക്കാതെ, നമ്മുടെ കൈയെത്താത്ത, നമ്മുടെ നോട്ടം എത്താത്ത, അത് നമ്മൾ വൃത്തിയായ അങ്ങനെ സൂക്ഷിക്കാൻ കഴിയാത്തൊരു ഏരിയയാണ് ഈ സൺഷെയ്ഡ്. അപ്പോൾ സൺഷെയ്ഡിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അത് പ്ലാസ്റ്ററിങ്ങിന് മുന്നേ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതാണ് നല്ലത്. അഥവാ നമ്മൾ സൺഷെയ്ഡ് ഇപ്പോൾ ചെയ്തിട്ട് ആണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സൺഷെയ്ഡ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ്, അത് ഇല്ലാത്തതിനേക്കാളും സംതിങ് ഈസ് ബെറ്റർ ദൻ നത്തിങ് എന്ന് പറയുന്നത് പോലെ ഇല്ലാത്തതിനേക്കാളും ഏറ്റവും നല്ലൊരു എഫക്റ്റീവ് സൊല്യൂഷനാണ് പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷമാണെങ്കിലും നിങ്ങൾ ഈ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്. അപ്പോൾ വീട് പണിയുടെ ഓരോ സ്റ്റേജസിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെക്ക് ലിസ്റ്റ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ ബേസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, രണ്ടാമത് നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിൽ ലിൻഡലിൻ്റെ അവിടെ ആ സ്റ്റേജ് എത്തുമ്പോൾ സൺഷെയ്ഡിൻ്റെ അവിടെ ഒക്കെയുള്ള സ്റ്റേജിലാണ് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോഴത്തെ പുതിയ ഡിസൈനിലൊക്കെ ആർക്കിടെക്ട്സ് സൺഷെയ്ഡ് സെപ്പറേറ്റ് ആയിട്ടൊരു സ്റ്റീലിൻ്റെ സ്ട്രക്ചറൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ എന്താ വെച്ചാൽ അവിടെ ഈ പറഞ്ഞതുപോലെ ജോയിൻറ്റ് വരികയും അവിടെ വെള്ളം കെട്ടി നിൽക്കുകയും ഡയറക്റ്റ് ഈ വെള്ളം നമ്മൾ ഊത്താലടിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ മഴവെള്ളമൊക്കെ കൊള്ളുന്ന ഏരിയയൊക്കെ ആണെങ്കിൽ മാത്രം ആ ഒരു ഭാഗത്ത് മാത്രം ചെയ്താൽ മതി. അത് നോക്കിയിട്ട് ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ എഞ്ചിനീയറിനെ കൺസൾട്ട് ചെയ്തിട്ട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. അപ്പം ഇതാണ് വാട്ടർ പ്രൂഫിങ്ങിനെ പറ്റിയിട്ടുള്ള സെക്കൻഡ് സ്റ്റേജിൽ, വീട് പണിയുടെ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ വാട്ടർ പ്രൂഫിങ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. വീട് പണിയുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട് പണിയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്